ജനറൽ അസംബ്ലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്യൂരിറ്റി കൗൺസിൽ ആണ്. യുഎൻഒയുടെ മറ്റൊരു പ്രൈമറി ഓർഗൻ ആണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ. ആൻഡ് ഇറ്റ് ഹാസ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. അതാണ് ഇതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കേട്ടോ. സെക്യൂരിറ്റി കൗൺസിൽ അതിന് ഇന്റർനാഷണൽ പ്രിൻസിപ്പൽ ക്രൈസിസ് മാനേജ്മെന്റ് ബോഡിയാണ്. is empowered to impose binding obligations on the 193 UN member states to maintain peace ആണ്. അതായത് ഈ 193 UN മെമ്പേഴ്സിനോടുള്ള ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്, അതായത് മെയിൻറ്റെയിൻ പീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്തരത്തിലാണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിലിന്റെ. ജനറൽ അസംബ്ലിയിൽ അല്ലെങ്കിൽ യുഎൻഒയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ. ആ ഒരു സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. The Security Council is made up of 15 members consisting of 5 permanent members: China, France, Russia, the United Kingdom and United States. Okay, they are collectively known as the P5. അത് പെർമനന്റ് 5 മെമ്പർ എന്നാണ് എന്ത് P5 മെമ്പർ, അതാണ് എന്ത് ഇവര്. And 10 non-permanent members elected for 2 years terms by the General Assembly on a regional basis. അപ്പം ബാക്കി 10 ആളുകൾ 10 മെമ്പേഴ്സ് എന്താണ് നോൺ പെർമനന്റ് ആണ്. അവരെ 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക എലക്ട് ചെയ്യുക. എലക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ റീജിയണൽ ബേസിസും അതുപോലെ അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഇതാണ് ഒരു സ്ട്രക്ചർ. സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 15 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഔട്ട് ഓഫ് 15 10 ആരാണ് പെർമനന്റ് ആണ്, അവരെ P5 മെമ്പേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നുള്ളത് 10 മെമ്പേഴ്സ് ആണ്, അവർ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. അവർ ഇലക്ഷനൊക്കെ 2 വർഷം കൂടുമ്പോഴാണ് അവരെന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. ഓക്കെ, ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത് അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീറ്റോ പവർ ആണ്. Veto power refers to the power of the permanent member to veto any resolution of Security Council. അപ്പം ഇത് എന്താ അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഏതെങ്കിലും ഒരു പ്രമേയം എന്താണ് ഏതെങ്കിലും ഒരു മെമ്പർക്ക് എന്ത് ചെയ്യുക റിജക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു മെമ്പർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ റെസൊല്യൂഷൻ എന്ത് ചെയ്യാണ് പാസ്സാവാതെ ഫെയിൽഡ് ആയിട്ട് പോവാതെ എന്ത് ചെയ്യും, അത് ഇല്ലാണ്ടായി പോകും, അത് നടപ്പിലാവാതെ പോകും. ഓക്കെ, അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന 5 മെമ്പേഴ്സിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം ആണ് എന്ത് വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ. The veto power regard it as a promoter of international stability and check against military intervention. അതായത് വീറ്റോ പവറിന്റെ ഒരു ഉദ്ദേശം, അതിന്റെ ഇന്റൻഷൻ ഈസ് ടു പ്രിവെന്റ് മിലിറ്ററി ഇന്റർവെൻഷൻസ് ആൻഡ് പ്രൊമോട്ട് ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ആണ്. അതൊക്കെ വീറ്റോ പവർ കൊണ്ട് നടപ്പിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ പ്യുവർലി വീറ്റോ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ലോകത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും അതുപോലെ മിലിറ്ററി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് എന്താണ് സേനകളുടെ രാജ്യം മറ്റു രാജ്യത്ത് എന്ത് ചെയ്യുക അറ്റാക്ക് ചെയ്യുക, അതൊക്കെയാണ് മിലിറ്ററി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ കൗൺസിലിന്റെ ഡിസിഷൻസ് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ആർ ഒബ്ലിഗേറ്റഡ് ടു കോംപ്ലൈ വിത്ത് കൗൺസിൽ ഡിസിഷൻസ്. അതായത് സെക്യൂരിറ്റി കൗൺസിൽ എടുക്കുന്ന ഏത് തീരുമാനവും എന്താണ് മെമ്പർ സ്റ്റേറ്റ് എന്ത് ചെയ്യണം അനുസരിക്കണം അല്ലെ. അപ്പം ഇതിന്റെ ഒരു വിചിത്രമായ സംഭവം എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ 193 സ്റ്റേറ്റ് പ്ലസ് എന്താണ് നോൺ മെമ്പേഴ്സ് എന്താണ് ഈ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യണം അംഗീകരിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, Security Council calls upon the parties to a dispute to settle it by peaceful means and recommends methods of adjustment or terms of settlement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ എന്ത് ചെയ്യുക അവരെന്ത് ചെയ്യണം പീസ്ഫുൾ മീൻസിൽ എന്ത് ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് ആര് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പരിധി വരെ എല്ലാ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ ഡിപ്ലോമാറ്റിക് മെത്തേഡിലൂടെ കൺസീലിയേഷനിലൂടെ എന്ത് ചെയ്യണം
ആർബിട്രറി മെത്തേഡിലൂടെ എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്നുള്ളതാണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള ഡയറക്ഷൻസ് ആണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ അതിലെ മെമ്പർ സ്റ്റേറ്റ്, അതായത് മൊത്തത്തിലുള്ള മെമ്പർ സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ സം കേസസ് എന്താണ്, സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ റിസോർട്ട് ടു ഇമ്പോസിങ് സാങ്ഷൻസ് ഓർ ഈവൻ ഓതറൈസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ടു മെയിൻറ്റെയിൻ ഓർ റീസ്റ്റോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പം ഇങ്ങനെ നിർദ്ദേശങ്ങളും ഡയറക്ഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എന്താണ്, ചില സമയങ്ങളിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസിങ് സാങ്ഷൻസ്, അതായത് ഈ അന്തർദേശീയമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നു, ഉപരോധം ഏർപ്പെടുത്തുക, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, അല്ലെ? നമുക്കറിയാം ഇറാൻ എന്ന രാജ്യത്തിന്റെ മുകളിൽ എന്താണ് അന്താരാഷ്ട്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ UNO ഒക്കെ എന്തിട്ടുണ്ട്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവര് ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എന്താണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാന്റെ മുകളിൽ സാമ്പത്തിക ഉപരോധം ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൻ ഓതറൈസ് ദ യൂസ് ഓഫ് ഫോഴ്സ്, അതായത് മിലിറ്ററി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പം ഫോർ എക്സാമ്പിൾ പിന്നെ അമേരിക്ക ഇറാഖിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ സാങ്ഷൻ, ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നത് ആരാണ്, സെക്യൂരിറ്റി കൗൺസിലാണ്. മനസ്സിലായി? അപ്പൊ അതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ റീസ്റ്റോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള, അതായത് ഒരു ജസ്റ്റ് വാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് യുദ്ധം ചിലപ്പോൾ എന്താണ്, നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമുണ്ട്, അല്ലെ? ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ, ഓക്കെ, കാര്യങ്ങൾ, ഫങ്ഷൻസ്, സ്ട്രക്ചർ ഒക്കെ പറയുന്നു. ഓക്കെ, ഇനി let's to discuss the non-permanent members. Okay, in Security Council, Article 23 ആണ് the non-permanent members-നെ കുറിച്ച് പറയുന്നത്. Elected General Assembly for 2 years. ആരാണ് elect ചെയ്യുന്നത്? General Assembly ആണ് എന്ത് ചെയ്യുന്നത്, elect ചെയ്യുന്നത്. Due regard paid to equitable geographical distribution and contribution to the maintenance of international peace and security ആണ്. അപ്പം ഈ 2 വർഷത്തിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ നോൺ പെർമനന്റ് മെമ്പർമാർ എന്ത് ചെയ്യും, സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ആഡ് ചെയ്യും. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഈക്വിറ്റബിൾ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ലോകത്തിൽ ഓരോ സ്ഥലങ്ങളിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈക്വൽ ആയിട്ട്. അതുപോലെ എന്താണ്, അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. 5 members from Asia and Africa. Okay, 2 members from Latin America and Caribbean, 2 members from വെസ്റ്റേൺ യൂറോപ്പ്, 1 മെമ്പർ ഫ്രം ഈസ്റ്റേൺ യൂറോപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം സെക്യൂരിറ്റി കൗൺസിൽ എന്ന് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ എന്താണെന്നും അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനാണെന്നും അതിനകത്ത് പെർമനന്റ് മെമ്പർമാർ P5 മെമ്പേഴ്സ് ഉണ്ടെന്നും അതിനകത്ത് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടെന്നും ആ നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ എങ്ങനെയാണ് അത് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കുക. പിന്നെ പെർമനന്റ് മെമ്പർമാരെന്ന് ആരാന്ന് ചോദിച്ചാൽ സെക്കൻഡ് വേൾഡ് വാറിലെ വിജയിച്ച രാജ്യങ്ങളാണ് എന്ത് പെർമനന്റ് മെമ്പർമാരായിട്ട് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് പറയാനുള്ളത്. സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ഒരു ബോഡിയാണ്, എന്തിൻ്റെ, UNOയുടെ ബോഡിയാണ്. അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. UNOയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നടപ്പിലാക്കുന്നത് എന്താണ്, ഈ ഒരു ബോഡിയിലൂടെയാണ്. അതിൽ പെർമനന്റ് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്യുക, ആ ഒരു ടൈറ്റിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഓർഗൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ അല്ലെങ്കിൽ എക്കോസോക്ക് എന്ന് പറയും. എക്കോസോക്ക് or Economic and Social Council is the principal body for coordination, policy review, policy dialogue and recommendations on economic, social and environmental issues as well as implementation of internationally agreed development goals. അപ്പോൾ അതായത് ഇതൊരു പ്രൈമറി ബോഡിയാണ്, എന്തിൻ്റെ, പ്രിൻസിപ്പൽ ബോഡിയാണ് ഫോർ കോർഡിനേഷൻ, പോളിസി റിവ്യൂ, പോളിസി ഡയലോഗ് ആൻഡ് റെക്കമെൻഡേഷൻസ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ. ഇത്തരത്തിലുള്ള എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂവിൻ്റെ മുകളിലുള്ള കോർഡിനേഷൻ നടത്തുക, പോളിസി, അതിന് മുകളിലുള്ള പോളിസികൾ റിവ്യൂ ചെയ്യുക,
പോളിസി ഡയലോഗ്, അതായത് ഡയലോഗുകൾ നടത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ത് ചെയ്യുക ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇന്റർനാഷണലി അഗ്രീഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ, അഗ്രീഡ് എന്ത് ചെയ്യുക, വികസനത്തിന് വേണ്ടിയിട്ട് അന്തർദേശീയ തലങ്ങളിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്, അതായത് ലോകത്തിൻ്റെ സാമൂഹിക ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. സാർവത്രികമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനയെ പ്രോത്സാഹിപ്പിക്കുക. നീതിയുക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇറ്റ് ഹാസ് 54 മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു കൗൺസിലിൽ, എലക്റ്റഡ് ബൈ ദി ജനറൽ അസംബ്ലി ഫോർ 3 years, അതായത് മോർ ദാൻ 3 years കൂടാതെ ഒരു ഓവർലാപ്പ് ആവാതെ 3 വർഷത്തേക്ക് ജനറൽ അസംബ്ലിയാണ്. അപ്പോൾ ജനറൽ അസംബ്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് UNOയുടെ എല്ലാ മെമ്പർമാരും വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജനറൽ അസംബ്ലി. അതിൽ നിന്നാണ് ഈ എക്കോസോക്കിലേക്ക് 54 മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഫോർ 3 years. Okay, it is the United Nations Central Platform for Reflection, Debate and Innovative Thinking on Sustainable Development. ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു മനസ്സിലാക്കേണ്ട ഒരു ടേമാണ്. സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ദോഷം വരാത്ത രൂപത്തിൽ പ്രകൃതിയെ അടുത്ത തലമുറക്ക് കാത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അത് ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, പുതിയ ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന UNOയുടെ ഒരു ഓർഗനാണ് ഈ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. കാരണം എക്കണോമിക് ആൻഡ് സോഷ്യൽ, സാമ്പത്തികം സാമൂഹികം, അതായത് മനുഷ്യൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യവും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ഉൾക്കൊണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഓർഗനാണ് എക്കോസോക്ക്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? ഈച്ച് ഇയർ എക്കോസോക്ക് വർക്ക്സ് അറൗണ്ട് ആൻ ആനുവൽ തീം ഓഫ് ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓരോ വർഷവും എക്കോസോക്ക് ഓരോ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ആനുവൽ തീം ഉണ്ടാക്കും. ഓരോ വർഷവും തീം ഉണ്ടാക്കിയിട്ടാണ് അത് വർക്കൗട്ട് ചെയ്യുക. ചെയ്യുന്നു, ദിസ് എൻഷുവേഴ്സ് ഫോക്കസ്ഡ് അറ്റൻഷൻ എമംഗ് എക്കോസോക്ക് പാർട്ണേഴ്സ് ത്രൂ ഔട്ട് UN ഡെവലപ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള പാർട്ണേഴ്സ് ഉണ്ടാവും ഈ എക്കോസോക്കിൽ. അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ അതിൻ്റെ കടമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളും ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലേ, നീതിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള, പ്രകൃതിയെ ദോഷം ചെയ്യാത്ത എല്ലാ രാജ്യക്കാരുടെയും അവരുടെ സമൂഹത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ലോക ജനതയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, next, 4th principal organ is Trusteeship Council. We already discussed the mandate of League of Nations, ABC, അല്ലേ? അവിടെ പറയുന്നത്, ചില പ്രദേശങ്ങൾ സ്വയം ഭരിക്കാൻ പര്യാപ്തമല്ലാത്ത സ്ഥലങ്ങൾ അത് ഓട്ടോമൻ ജർമ്മനിയുടെ കോളനികളായിരുന്നു, അവരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു, അല്ലെ? അവിടെ അവർക്ക് സ്വയം ഭരിക്കാനുള്ള, സെൽഫ് സഫിഷ്യൻ്റ് അല്ല റൂള് ചെയ്യാൻ, അല്ല ഭരിക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ UNOയുടെ കയ്യിലുണ്ടായിരുന്നു. ലീഗ് ഓഫ് നേഷൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ലീഗ് ഓഫ് നേഷൻ കുറച്ച് രാജ്യങ്ങൾക്ക് അതിൻ്റെ അധികാരം പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു സംഭവമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഒരു ട്രസ്റ്റാണ്, ഒരു ട്രസ്റ്റിൻ്റെ അതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. It was established in 1945 by the UN Charter under Chapter 13. Okay. Trust territory is a non-self-governing territory placed under an administrative authority by the Trusteeship Council of the UN
യുണൈറ്റഡ് നാഷൻ അല്ലെങ്കിൽ UNO. അത് ഒരു നോൺ സെൽഫ് ഗവേണിംഗ് ടെറിട്ടറി ആണ് അല്ലെ. അപ്പോൾ അവിടെ ഭരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം ആരുടേതാണ്? ആ ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നു? UN നിക്ഷിപ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ UN ആണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്. അപ്പോൾ ഒരു കുറച്ച് സ്ഥലങ്ങൾ അത് സെൽഫായിട്ട് ഗവേൺ ചെയ്യാൻ അതിന് കഴിവില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് മാറിയിട്ടില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രസ്റ്റിഷിപ്പ് ബേസിൽ എന്ത് ചെയ്യാണ്? UN എന്ത് ചെയ്യാണ്? കൈകാര്യം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ലീഗ് ഓഫ് നേഷൻ്റെ മാൻഡേറ്റ് പഠിച്ചതുപോലെ അതിൻ്റെ വേറൊരു വേർഷൻ. ഓക്കെ, United Nations Trust territories were the successors of the remaining League of Nations mandates and came into being when the League of Nations ceased to exist in 1946. അതായത് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസിന്റെ കീഴിലുണ്ടായിരുന്ന മാൻഡേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ എന്താണ് 1946 ലീഗ് ഓഫ് നേഷൻ എന്താണ് അതിന്റെ പ്രവർത്തനം അവസാനിക്കുന്ന സമയത്ത് എന്താണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സ്ഥലങ്ങൾ എന്ത് ചെയ്യാണ്? UNOയുടെ കീഴിലേക്ക് വരുന്നു. അതാണ് UN ട്രസ്റ്റ് ടെറിട്ടറീസ്. അതായത് UNOയുടെ വിശ്വാസത്തിലുള്ള, അല്ലെങ്കിൽ UN ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് എന്നൊക്കെ പറയില്ല ചില സ്ഥാപനങ്ങളെ ട്രസ്റ്റിന്റെ, അതുപോലെ എന്താണ് UNOയുടെ കീഴിലുള്ള ഒരു ട്രസ്റ്റ് ടെറിട്ടറീസ് ആയിട്ടാണ് എന്താണ് ഈ ടെറിട്ടറിയെ, ഈ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ലീഗ് ഓഫ് നേഷന്റെ കയ്യിൽ നിന്നാണ് UNOയുടെ കയ്യിലേക്ക് വരികയാണ്. ഓക്കെ, ഇറ്റ് ഹാഡ് ടു പ്രൊവൈഡ് ഇന്റർനാഷണൽ സൂപ്പർവിഷൻ ഫോർ 11 ട്രസ്റ്റ് ടെറിട്ടറീസ് ദാറ്റ് ഹാഡ് ബീൻ പ്ലേസ്ഡ് അണ്ടർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് 7 മെമ്പർ സ്റ്റേറ്റ്സ്. അപ്പം എന്താണ് ഏകദേശം 11 ട്രസ്റ്റ് ടെറിട്ടറീസ് എന്താണ് UNOയുടെ അണ്ടറിൽ ഉണ്ടായിരുന്നു. അത് UNOയിലെ 7 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് എന്ത് ചെയ്തത്? അവരായിരുന്നു അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ UNO എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 7 മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? ഈ 11 ട്രസ്റ്റ് ടെറിട്ടറീസ് എന്ത് ചെയ്യുന്നു? കൈ കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഇത് അസൈൻമെന്റും സെമിനാറും ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഏതൊക്കെയായിരുന്നു ആ ട്രസ്റ്റ് ടെറിട്ടറീസ്, അവിടെ 7 മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയും. എല്ലാം കൂടി ഞാൻ ഈ ഓഡിയോയിൽ പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സെമിനാർ അസൈൻമെന്റ് ഞാൻ അങ്ങനെ തരാനുള്ള കാരണം തന്നെ എന്ത് ചെയ്യാണ്? ഓരോ ടോപ്പിക്കിലും കൃത്യമായിട്ടുള്ള പോയിന്റ്സ് എലാബറേറ്റ് ചെയ്ത് ആളുകൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? അത് പ്രസന്റ് ചെയ്യണം. അതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈം കിട്ടും. ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീഡിയോയുടെ ലെങ്ത് കൂടും. ഓക്കെ, come to the point. And ensure that adequate steps were taken to prepare the territories for self-government and independence. അപ്പോൾ ഈ ഒരു ട്രസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ എന്താണ് അത് സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഈ UNO അതിൻ്റെ എന്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്യും? അതിന് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ലീഗ് ഓഫ് നേഷൻ്റെ മാൻഡേറ്റ് പഠിച്ചതുപോലെ തന്നെയാണ്. By 1994, all trust territories had attained self-government or independence. The Trusteeship Council suspended operation on 1st November 1994. അപ്പം 1994 ആയപ്പോഴേക്കും എന്താണ് ഈ പറയപ്പെടുന്ന 11 ട്രസ്റ്റ് ടെറിട്ടറീസിൻ്റെ സെൽഫ് ഗവൺമെൻറ്റായി, അവർ ഇൻഡിപെൻഡൻ്റ് ആയി. അതോടുകൂടി ഈ ഒരു ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ എന്നുള്ള ഒരു ഓപ്പറേഷൻസ് എന്ത് ചെയ്യാണ്? UN എന്ത് ചെയ്യാണ്? അവിടെ സസ്പെൻഡ് ചെയ്യാണ്. ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇത്തരത്തിലുള്ള ട്രസ്റ്റിഷിപ്പ് കൗൺസിലൊക്കെ എന്ത് ചെയ്യും? ഇവർ രൂപീകരിച്ച് ചില രാജ്യങ്ങൾ എന്ത് ചെയ്യും? അവർ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭരിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഏൽപ്പിക്കുമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, next principal organ is International Court of Justice or ICJ. The International Court of Justice is the principal judicial organ of the United Nations. Principal judicial organ United Nations. It was established in 1945 by the Charter of the UNO and it began work in April 1946. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അത് പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ആണ്. അത് നമ്മൾ സുപ്രീം കോടതിയെ പോലെ ഹൈക്കോടതിയെ പോലെയൊക്കെയുള്ള ഇന്ത്യയുടെ അതുപോലെയുള്ള ഈ UNOയുടെ ഒരു ജുഡീഷ്യൽ ഓർഗനാണത്. ഓക്കെ, ദി കോർട്ട്സ് റോൾ അതിൻ്റെ റോൾ എന്താണ്? ഈസ് ടു സെറ്റിൽ in accordance with international law legal dispute submitted to it by states and to give advisory opinions on legal questions.
referred to by authorized United Nations organs and specialized agencies. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് വെച്ചാൽ ഈ ലീഗൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്താണ് ഉള്ള പ്രശ്നങ്ങൾ, കുൽഭൂഷൺ യാദവിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ എന്താണ്, ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻ്റർനാഷണൽ കോർട്ടിൽ എന്താണ് അതിൻ്റെ വാദഗതികൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുപോലെ ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇൻ്റർനാഷണൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുകയാണ്, വാദിക്കുക. മനസ്സിലായല്ലേ? എന്നിട്ട് അത് കോർട്ടിൻ്റെ തീരുമാനം എന്ത് ചെയ്യുക, അംഗീകരിക്കുക. ഓക്കെ, അതുപോലെ അതൊരു സംഭവമാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ അഡ്വൈസറി ഉണ്ട്, ആയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. ആർക്ക്? UNOയുടെ ഏജൻസികൾക്ക് അല്ലേ, സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾക്ക്, UNOക്കൊക്കെ എന്ത് ചെയ്യാണ്, നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഇൻ്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഓക്കെ, ദ കോർട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് 15 ജഡ്ജസ് ആണ്, who are elected for terms of office of 9 years by the United Nations General Assembly and Security Council. അപ്പം 15 ജഡ്ജിമാരുണ്ട്. അവരെന്ത് ചെയ്യാണ്, 9 ഇയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്താണ്, ജനറൽ അസംബ്ലിയും അതുപോലെ സെക്യൂരിറ്റി കൗൺസിലാണ്. അതിൻ്റെ ഈ ഒരു കോടതിയിൽ അതിൻ്റെ വാദങ്ങൾ കേൾക്കുന്നതും പറയുന്നതൊക്കെ ഏത് രൂപത്തിലാണ്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതുപോലെ ദി ജഡ്ജസ് 1/3 ഓഫ് whom ആർ എലക്റ്റഡ് എവറി 3 years ആർ എലിജിബിൾ ഫോർ റീ എലക്ഷൻ. അതെന്താണ് 1/3 എന്താണ്, ഓരോ 3 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യാണ്, 1/3 ജഡ്ജിമാർ എന്ത് ചെയ്യും, എലക്ട് ചെയ്യപ്പെടും ഈ ഔട്ട് ഓഫ് 9. മനസ്സിലായില്ലേ? 3 ഇയർ ആകുമ്പോൾ 9 ഇയേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കി പുതിയ ആളുകളെ എടുക്കും. ഓക്കെ, അവരെന്താണ്, റീ എലക്ഷൻ എന്താണ്, അവർ അർഹതയുണ്ട്. വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കോർട്ട് ഓഫ് ജസ്റ്റിസിലെ എന്താണ് അതിലേക്ക് വീണ്ടും ജഡ്ജായിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, പിന്നെ അവർക്ക് എന്താണ് ജഡ്ജസ് എലക്ട് ദെയർ ഓൺ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ജഡ്ജിമാരിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്, ചീഫ് ജസ്റ്റിസ്. അതുപോലെ ഇവർക്കിടയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് ആരുടെ, UNOയുടെ, to settle the dispute between the nations and as well as to give a legal advice to the UNO as well as the UN specialized agencies. ഇതൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഹൗ ദി കോർട്ട് വർക്ക്സ്. എങ്ങനെയാണ് ഈ കോടതി വർക്ക് ചെയ്യുന്നുള്ളതാണ്. ദി കോർട്ട് ഹാസ് 2 functions. മെയിൻലി ഇറ്റ് ഹാസ് 2 functions. We already discussed what is the function. However, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, കാര്യങ്ങളൊന്നും കൂടി ഡിസ്കസ് ചെയ്യാണ്. ടു സെറ്റിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻ്റർനാഷണൽ ലോ ലീഗൽ ഡിസ്പ്യൂട്ട് സബ്മിറ്റഡ് ബൈ എ സ്റ്റേറ്റ്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ മെമ്പർ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻ്റർനാഷണൽ ഈ കോർട്ടിൽ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് ചെയ്യുക. ഡിസ്പ്യൂട്ട്സുകൾ, ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പല രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കോർട്ടിലേക്ക് വരാറുണ്ട്. അത് മെമ്പർ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ കോടതിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യുമല്ലോ, അതുപോലെ ഈ UNO മെമ്പർ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് പരിഹരിക്കുക, അതിൽ വാദം കേൾക്കുക, അതിൽ എന്ത് ചെയ്യുക, പിന്നെ വാദം കേട്ട് അത് തീരുമാനിക്കുക എന്നുള്ളതാണ് എന്ത്, അതിലൊരു ജഡ്ജ്മെൻറ്റ്, ഒരു വെർഡിക്റ്റ് അല്ലെ, ഒരു വെർഡിക്റ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുപ്പിക്കുക എന്നുള്ളതാണ് എന്ത്, ഒരു ഫംഗ്ഷന്. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ UNOയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള UN ഓർഗൻസിന്, അതേമാതിരി സ്പെഷ്യലൈസ്ഡ് ഏജൻസിക്കൊക്കെ എന്ത് ചെയ്യുക, ജുഡീഷ്യലായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക. ഇത്രയാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് nations are parties to the statute of the ICJ and non-permanent members may also become parties. മനസ്സിലായില്ല? അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഭാഗമാണ് UNOയിലെ പെർമനൻ്റ് ആയാലും നോൺ പെർമനൻ്റ് മെമ്പേഴ്സ് ആയാലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 3 ways ഓഫ് ആക്ഷൻസ് ഉണ്ട്. They can be settled by the parties at any time during the proceeding. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, അവർക്ക് പാർട്ടികൾക്ക് എന്ത് ചെയ്യാം,
ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്ത് എന്ത് ചെയ്യാം, അത് പുറത്ത് വെച്ചിട്ട് സെറ്റിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് അവസാനിപ്പിക്കാം. ഓക്കെ. സെക്കൻഡ് എന്ന് വെച്ചാൽ എ സ്റ്റേറ്റ് ക്യാൻ ഡിസ്കണ്ടിന്യൂ ദി പ്രൊസീഡിങ് ആൻഡ് വിഡ്രോ അറ്റ് എനി പോയിന്റ്. എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞതിൻ്റെ അത് തന്നെയാണ്. ഏത് സമയത്തും എന്ത് ചെയ്യാം, അവര് ICJയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊസീഡിങ് എന്ത് ചെയ്യുക, ഏത് സമയത്ത് അവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, കേസ് ഫയൽ ചെയ്യുന്നു, അത് കോടതിയിൽ വാദിക്കപ്പെടുന്നു, അതിൻ്റെ മേളിലൊരു കോർട്ട് ക്യാൻ ഡെലിവർ എ വെർഡിക്റ്റ്. എന്ത് ചെയ്യാണ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് എന്ത് ചെയ്യാം, ഒരു വെർഡിക്റ്റ്, ഒരു ജഡ്ജ്മെന്റ് എന്ത് ചെയ്യാം, പുറപ്പെടുവിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു രാജ്യം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അതിന്റെ തീരുമാനം വരെ കാത്തിരിക്കേണ്ട. They can settle their issue outside in the International Court of Justice. Okay, they can stop or discontinue their case. അവർക്ക് എന്ത് അവരുടെ കേസ് എന്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അവർക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് they can withdraw, അവർക്ക് എന്ത് പിൻവലിക്കാം അറ്റ് എനി പോയിന്റ്. there is no restrictions. അല്ലെ, വൺസ് എന്താണ് കോടതിയിൽ കൊടുത്ത കേസ് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നമുക്കത് പിൻവലിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു പ്രത്യേകത. കാരണം the parties do not need to wait for the judgment or verdict of the ICJ. Okay, and ആവശ്യമില്ല, they can withdraw, they can roll out their case from the International Court of Justice, no issue. Okay, അല്ലെങ്കിൽ കേസ് വാദിക്കുന്നു, രണ്ട് രാജ്യങ്ങളും അതിൽ പങ്കെടുക്കുന്നു, അവസാനം എന്ത് ചെയ്യുന്നു, അതിൻ്റെ വെർഡിക്റ്റ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. ആര്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അത് അംഗീകരിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. ഓക്കെ. ലാസ്റ്റ് ഓർ ദി സിക്സ്ത് പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് UNO ഈ സെക്രട്ടേറിയറ്റ്. വി നോ സെക്രട്ടേറിയറ്റ് അല്ലേ, നമുക്കറിയാം എന്താണ് സെക്രട്ടേറിയറ്റ്. വി ഹാവ് എ സെക്രട്ടേറിയറ്റ് അറ്റ് ട്രിവാൻഡ്രം. നമുക്കറിയാം ട്രിവാൻഡ്രത്തിൽ നമുക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഒഫീഷ്യൽസ് ആർ വർക്കിംഗ് ഫോർ ഇൻ സെക്രട്ടേറിയറ്റ് അണ്ടർ എ ചീഫ് സെക്രട്ടറി. ഓക്കെ. അപ്പോൾ അതുപോലെ എന്താണ്, UNOക്ക് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇറ്റ് കംപ്രൈസസ് ദി സെക്രട്ടറി ജനറൽ ആൻഡ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ UN സ്റ്റാഫ് മെമ്പേഴ്സ് ഹു ക്യാരി ഔട്ട് ദി ഡേ ടു ഡേ വർക്ക് ഓഫ് ദി UN. അപ്പോൾ ഒരു സെക്രട്ടറി ജനറലിന്റെ കീഴിലാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത് അല്ലേ. നമുക്കറിയാം ചീഫ് സെക്രട്ടറിന്റെ കീഴിലാണ് സെക്രട്ടേറിയറ്റ്. പക്ഷെ മുഖ്യമന്ത്രി അവിടെ ഉണ്ട്, അത് പോട്ടെ. ആ ഒരു ലെവലിലാണ് എന്ത് UN സെക്രട്ടേറിയറ്റും വർക്ക് ചെയ്യുന്നത്. ദി സെക്രട്ടറി ജനറൽ ഈസ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾ ചീഫ് സെക്രട്ടറിയെ പോലെ എന്താണ് ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആര്, സെക്രട്ടറി ജനറൽ. ഓക്കെ. അപ്പോയിന്റഡ്, അദ്ദേഹത്തെ ആരാ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്? ദി സെക്രട്ടറി ജനറൽ വാസ് അപ്പോയിന്റഡ് ബൈ ദി ജനറൽ അസംബ്ലി ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ ഫോർ എ 5 year. ഓക്കെ, ഒരു 5 വർഷത്തേക്കാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആര് റെക്കമെൻഡേഷൻസ് അടിസ്ഥാനത്തിലാണ്, സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്? ജനറൽ അസംബ്ലിയാണ്. ഓക്കെ. അപ്പോൾ ജനറൽ അസംബ്ലി ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരെയും അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. കാരണം അതിലാണ് ആരുള്ളത്, എല്ലാ മെമ്പർമാരും, UNOയുടെ മെമ്പർമാരും ജനറൽ അസംബ്ലിയിലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ് റിന്യൂവബിൾ ടേം ആണ്, വീണ്ടും എന്ത് ചെയ്യാം, 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്താണ് സെക്രട്ടറി ജനറൽക്ക് എന്ത് ചെയ്യാം, വീണ്ടും മത്സരിച്ച് സെക്രട്ടറി ജനറൽ ആവാം. ദർ ഈസ് നോ ഇഷ്യൂ. ഓക്കെ. UN staff members are recruited internationally and locally and work in duty stations and on a peacekeeping missions all around the world. അല്ലേ, അപ്പം അന്തർദേശീയ തലത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നു, ലോക്കലായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നു. അല്ലെ, നമുക്ക് ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് UN വെഹിക്കിൾസ് കാണാം. അതായത് UNOയുടെ ചില വാഹനങ്ങളൊക്കെ നമുക്ക് ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർക്ക് ദേ ആർ ഡൂയിങ് ദി ഓപ്പറേഷൻസ് ഓർ സർവീസ് ഓഫ് ദി UNO ഇൻ ഡിഫറെന്റ് നാഷൻസ്. പിന്നെ പീസ് കീപ്പിംഗ് മിഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് UNOയിൽ പറയുന്നത്. UNOയുടെ പ്രിൻസിപ്പൽ ഓർഗനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ജനറൽ അസംബ്ലി അല്ലെ, സെക്യൂരിറ്റി കൗൺസിൽ, എക്കോസോക്ക്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്,
ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഓർഗൻസ്. ഇപ്പം ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു UNO എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായല്ലേ? ഓക്കെ.